Page number 185. Third question. Why did Rani Lakshmi Bai fight with the English? Answer. Rani Lakshmi Bai Rani Lakshmi Bai Rani Lakshmi Bai fought the F-O-U-G-H-T fought the Rani Lakshmi Bai fought the English because B-E-C-A-U-S-E because the English wanted to capture the English wanted to capture Jhansi. Jhansi. Wanted to capture Jhansi. The kingdom ruled by Lakshmi Bai in the kingdom ruled by Lakshmi Bai. The kingdom ruled by Lakshmi Bai in order to expand their territory. In order to expand their territory. In order to expand the territory. Okay. Next question, last question. Who wrote the national anthem? When did he write his first poem? ആരാണ് നാഷണൽ ആന്തം എഴുതിയത്? അവരെപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പോയം എഴുതിയത്? എഴുതാ. Who write national anthem? രബീന്ദ്രനാഥ ടാഗോർ അല്ലേ? രബീന്ദ്രനാഥ ടാഗോർ. രബീന്ദ്രനാഥ് ടാഗോർ wrote the national anthem. Wrote the national anthem. He wrote his first poem. He wrote his first poem. He wrote his first poem. Banful. B-A-N-P-H-O-O-L. Banful. When he was just 15 years old. 15 വയസ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? Just 15 years old. Okay.
എഴുതി കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? കഴിയാത്തവര് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. ഫോണില് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. എന്നിട്ട് അടുത്ത ലെസണിന് റെഡി ആവുക. 6th ലെസൺ പ്ലേസസ് ഓഫ് ഇൻട്രസ്റ്റ്. എഴുതിത്രയും പഠിച്ചാൽ മതിയേ. കഴിഞ്ഞോ മോനെ? ആരോണം എഴുതി കഴിഞ്ഞോ? എഴുതി. ശ്രീദേവ് എഴുതിയോ? എഴുതി. ദേവാഞ്ജന? ആരായിരുന്നു? ആൻഡ്രോസ്? ആദിദേവ്? അൽന? ഷെഫി? ഓക്കെ. ആഗ്നസ്? ഷംവീൽ? ക്രിസ്റ്റി? ഓക്കെ. അപ്പൊ മിസ് ഇത് ക്ലിയർ ചെയ്യണേ. ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ലെസൺ എടുക്കാം. നെക്സ്റ്റ് ലെസൺ ഏതായിരുന്നു? 6th ലെസൺ പ്ലേസസ് ഓഫ് ഇൻട്രസ്റ്റ്. പ്ലേസസ് ഓഫ് ഇൻട്രസ്റ്റ്. പ്ലേസസ് ഓഫ് ഇൻട്രസ്റ്റ് ആയില്ലേ? എല്ലാവരും നോട്ട് അടച്ചു വെക്കുക. ഇനി അഥവാ നോട്ട് എഴുതാത്തവരുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ആകാത്തവരുണ്ടെങ്കിൽ മിസ് കുറച്ച് കഴിയുമ്പോൾ ലിങ്ക് സെൻഡ് ചെയ്യുമ്പോൾ അത് നോക്കി നോട്ട് എഴുതാം. മനസ്സിലായല്ലോ? എന്താ ദേവാഞ്ജന? മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൾച്ചറിന്റെയും 2 ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ തരാനുണ്ടോ? അതെയോ? ഒരു കാര്യം ഞാൻ വാട്സപ്പിൽ ഇട്ട് തരാം കേട്ടോ. നാളെ സാറ്റർഡേ അല്ലേ, നാളെ ലീവ് അല്ലേ, അപ്പം നാളെ മിസ്സിന് ലീവാണ്. അപ്പോൾ നിങ്ങൾക്ക് നാളെ ഞാനത് നോട്ടിൽ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനും കൾച്ചറും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ലെസൺ 6th ലെസൺ പ്ലേസസ് ഓഫ് ഇൻട്രസ്റ്റ്. Places of interest. Listen, India has many beautiful historical monuments. These monuments have attracted a lot of tourists both from India and abroad. Let us read about a few of them. നമുക്കറിയാം, in India there are many monuments such as Taj Mahal, then Meenakshi Temple, then പിന്നെന്താ Red Fort അല്ലേ, കുത്തബ് മീനാർ. Many monuments are there in India. ഇന്ത്യയിൽ ഒരുപാട് മനോഹരമായ മോണുമെന്റ്സ് ഉണ്ട് അല്ലെ. ദീസ് മോണുമെന്റ്സ് ഹാവ് അട്രാക്റ്റഡ് എ ലോട്ട് ഓഫ് ടൂറിസ്റ്റ് ബോത്ത് ഇന്ത്യ ആൻഡ് എബ്രോഡ്. ഇന്ത്യയിലുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ളതുമായ ഒരുപാട് ട്രാവലേഴ്സ്, ഒരുപാട് വിനോദസഞ്ചാരികൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. എന്തിന്? ഇങ്ങനെയുള്ള ഈ ഇമ്പോർട്ടന്റ് ആയ മോണുമെന്റ്സ് കാണാൻ വേണ്ടി. താജ്മഹൽ ഉണ്ട്, കുത്തബ് മീനാർ ഉണ്ട്, അജന്ത എല്ലോറ കേവ്സ് ഉണ്ട്, മീനാക്ഷി ടെമ്പിൾ ഉണ്ട് അല്ലെ, റെഡ് ഫോർട്ട് ഉണ്ട്, താജ്മഹൽ ഉണ്ട്. അപ്പൊ ഒരുപാട് മോണുമെന്റ്സ് ഇന്ത്യയിലുണ്ട്. ഫസ്റ്റ് വൺ കുത്തബ് മീനാർ. കുത്തബ് മീനാർ കണ്ടിട്ടുണ്ടോ? എവിടെയാ കുത്തബ് മീനാർ? ഡൽഹിയിൽ അല്ലെ. ഡൽഹിയിൽ പോയി കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞു നമുക്ക് ടൂർ ഡൽഹിയിൽ പോകാം, നിങ്ങൾ നല്ലോണം പഠിച്ച വലിയ കുട്ടികളൊക്കെ ആയിരുന്നു അല്ലെ. അപ്പൊ ഡൽഹിയിൽ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് മോണുമെന്റ്സ്. There are many monuments situated in Delhi. Yes. Qutub Minar is one of the most famous landmarks of Delhi. It is the tallest minaret in India. It was built around 800 years ago by a ruler called Qutbuddin Aibak. എന്താ പറഞ്ഞേ? കുത്തബ് മിനാർ എന്ന് പറഞ്ഞത്. കുത്തബ് മിനാർ ഈസ് വൺ ഓഫ് ദ ഫേമസ് ലാൻഡ്മാർക്സ് ഓഫ് ഡൽഹി. ഡൽഹിയിലെ ഫേമസ് ലാൻഡ്മാർക്ക് ആണ് ഇത്, കുത്തബ് മിനാർ. ഇറ്റ് ഈസ് ദ ടോളസ്റ്റ് മിനാററ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ മിനാററ്റ് ആണ് ഏത്? കുത്തബ് മിനാർ. കുത്തബ് മിനാർ ഈസ് ദ ടോളസ്റ്റ് മിനാററ്റ് ഇൻ ഇന്ത്യ. ഇറ്റ് വാസ് ബിൽറ്റ് അബൌട്ട് 800 years ago. അതായത് 800 വർഷങ്ങൾക്ക് മുൻപാണ് കുത്തബ് മിനാർ നിർമ്മിച്ചത് അല്ലെ. ബൈ എ റൂളർ കോൾഡ് കുത്തബുദ്ദീൻ ഐബക്ക്. 800 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ റൂളർ ആയിരുന്ന കുത്തബുദ്ദീൻ ഐബക്ക് ആണ് കുത്തബ് മിനാർ നിർമ്മിച്ചത്. ഒന്നും കൂടെ പറയാം.
Qutub Minar is one of the most important, most famous landmarks in India. Oh, sorry, landmarks of Delhi. It is the tallest minaret in India. It is built about 800 years ago by Qutbuddin Aibak. Qutbuddin Aibak. The Qutub Minar is largely made of red sandstone. It is about 240 feet high. Verses from the Holy Quran are carved off the Qutub Minar. It is surrounded by the Quwwatul Islam Masjid and the Iron Pillar. The Quwwatul Islam Masjid is the oldest mosque in India, while the Iron Pillar is about 1600 years old. These together with the other monuments in that area from the Qutub complex. This complex is listed as UNESCO World Heritage Site. India has many beautiful historical moments. Many beautiful historical moments. Historical monuments such as Taj Mahal, Qutub Minar, then Ajanta Ellora Caves, Madurai Meenakshi Temple, Victoria Memorial, then Red Fort, Taj Mahal, etc. Most of the monuments, most of these monuments are situated in Delhi. Isn't it? In the previous class we learned about. Yes. Then Qutub Minar is one of the most famous landmarks of Delhi. It is built by Qutbuddin Aibak about 800 years ago. It is the tallest minaret in India. Then Qutub Minar is largely made of red stone. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് കുത്തബ് മിനാർ? റെഡ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് കുത്തബ് മിനാർ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? എത്ര ഹൈ ഉണ്ട്? എത്ര ഉയരമുണ്ട്? 240 ഫീറ്റ് അല്ലേ? 240 ഫീറ്റ് ഹൈറ്റില് ആണ് കുത്തബ് മിനാർ ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ? നിങ്ങൾ അതിന്റെ പിക്ചർ കണ്ടോ? Can you see that picture of Qutub Minar? Yes. Then verses from the Holy Quran are carved on the Qutub Minar. Qutub Minarle എന്ത് കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട്? ഖുറാൻ, മുസ്ലിംസിന്റെ റിലീജിയസ് ഗ്രന്ഥമായ, റിലീജിയസ് ബുക്കായ ഖുറാനിലെ വാക്കുകൾ കുത്തബ് മിനാറിന്റെ ഭിത്തിയിൽ കൊത്തി എഴുതപ്പെട്ടിട്ടുണ്ട്. Then it is surrounded by Quwwat ul Islam Masjid. അതിന്റെ ചുറ്റിലും എന്തുണ്ട്? കുത്തബ് മിനാറിന് ചുറ്റിലും ഖ്വാവത്ത് ഉൽ ഇസ്ലാം പള്ളി, ഒരു മുസ്ലിം പള്ളിയാണ് ഖ്വാവത്ത് ഉൽ ഇസ്ലാം മസ്ജിദ്. ആൻഡ് അയൺ പില്ലർ അല്ലേ? ഇത്രയും കാര്യം ഓർമ്മിച്ചു വെക്കുക. മനസ്സിലായല്ലോ കുത്തബ് മിനാറിനെ കുറിച്ച്? ഇത്രയും മാത്രം നിങ്ങൾ ഓർമ്മിക്കുക. കുത്തബ് മിനാർ എന്ന് പറഞ്ഞത് ഒരു ഫേമസ് ലാൻഡ്മാർക്കാണ്, ഡൽഹിയിലെ ഫേമസ് ലാൻഡ്മാർക്കാണ്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് മിനാററ്റ്. അത് ഉണ്ടാക്കിയത് ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ്. 800 വർഷങ്ങൾക്ക് മുൻപാണ്. കുത്തബ് മിനാറിലെ മുസ്ലിംസിന്റെ റിലീജിയസ് ഗ്രന്ഥമായ ഖുറാനിലെ വാക്കുകൾ അതിന്റെ ഫ്രണ്ടിൽ കൊത്തി എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത്രയും മാത്രം ഓർമ്മിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് അജന്ത എല്ലോറ കേവ്സ്. Ajanta Ellora Caves. The Ajanta Ellora Caves are located near the city of Aurangabad in Maharashtra. എന്താ പറഞ്ഞേ? അജന്ത എല്ലോറ കേവ്സ് എവിടെയാ? അജന്ത എല്ലോറ കേവ്സ് ആർ ലൊക്കേറ്റഡ് നിയർ ദ സിറ്റി ഓഫ് ഔറംഗാബാദ് ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് ഏത്? അജന്ത എല്ലോറ സിറ്റി. മനസ്സിലായോ? സോറി, അജന്ത എല്ലോറ കേവ്സ് ഗുഹകളാണ് കേട്ടോ, സിറ്റി അല്ല, ഗുഹ. അജന്ത എല്ലോറ കേവ്സ്, അജന്ത എല്ലോറ ഗുഹകൾ. ഈ അജന്ത എല്ലോറ ഗുഹകൾ എവിടെയാ? ഔറംഗാബാദില് അല്ലെ? ഔറംഗാബാദ് എവിടെയാ? മഹാരാഷ്ട്രയില്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. മറന്നു പോവോ? ഇല്ല. അജന്ത എല്ലോറ കേവ്സ് ലൊക്കേറ്റഡ് നിയർ the city of Aurangabad. ഔറംഗാബാദ് സിറ്റിക്ക് അടുത്ത്, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എന്ന സിറ്റിക്ക് അടുത്താണ് അജന്ത എല്ലോറ കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. There are 29 caves at Ajanta. These caves were built by the Buddhist monks more than 2000 years ago. എന്താ പറഞ്ഞേ? ഇവിടെ എത്ര, അജന്തയിൽ എത്ര ഗുഹകളുണ്ട്? 29 ഗുഹകൾ. എത്രയുണ്ട്? How many caves? How many caves are there at Ajanta? There are 29 caves. How many of them? എത്രയുണ്ട് ശ്രീദേവേ? എത്രയുണ്ട് അജന്തയില്? 29. പറഞ്ഞാ മതി, അൺമ്യൂട്ട് ചെയ്യണ്ട. മോൻ പറഞ്ഞോ? 29 അല്ലേ? 29 ഗുഹകൾ ഉണ്ട്.
ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? These caves were built by Buddhist monks. ബുദ്ധ സന്യാസിമാരാണ്. These caves built by Buddhist monks. എന്താ മോങ്സ് എന്ന് പറഞ്ഞാല്? മോങ്സ് പറഞ്ഞാല് സന്യാസിമാര്. ഇപ്പൊ ബുദ്ധ സന്യാസിമാരാണ് ആരോണേ? ബുദ്ധ സന്യാസിമാരാണ് ഈ അജന്ത എല്ലോറ കേവ്സ് ഉണ്ടാക്കിയത് അല്ലേ? പിന്നെന്താ പറഞ്ഞത്? എപ്പോഴാ? 2000 വർഷങ്ങൾക്ക് മുമ്പ്. About 2000 years before. 2000 വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധ സന്യാസിമാരാണ് ഈ അജന്തയിലെ 29 ഗുഹകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? Yes. Some of these caves were used as monasteries by the monks, which others were used as prayer halls. At Ajanta, the story of Buddha's life is painted on the cave walls. Some of the paintings on the cave walls also show scenes from everyday life. എന്താ പറഞ്ഞെന്നറിയോ? ഈ 29 ഗുഹകളിൽ കുറെ എന്തായിട്ടുണ്ട്? സന്യാസിമാരുടെ മഠങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അത്ര വലിയ ഗുഹകളാ. Some of these caves are used as monasteries. Monasteries means സന്യാസി മഠങ്ങൾ അല്ലേ? സന്യാസികളുടെ മഠങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ some of them used as prayer halls. ചിലതെന്താ? പ്രാർത്ഥനാ ഹാളുകളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എത്രയുണ്ട്? എന്താ പറഞ്ഞ നമ്മള്? അജന്ത എല്ലോറ കേവ്സ് located near Aurangabad in Maharashtra. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. There are 29 caves are there. അവിടെ എത്രയുണ്ട്? 29 ഗുഹകളുണ്ട്. These caves are built by Buddhist monks. ബുദ്ധ സന്യാസിമാരാണ് ഇത് ഉണ്ടാക്കിയത്. About 2000 years before. 2000 വർഷങ്ങൾക്ക് മുന്നേ ബുദ്ധ സന്യാസിമാരാണ് ഈ അജന്ത എല്ലോറ ഗുഹകൾ നിർമ്മിച്ചിട്ടുള്ളത്. Then some of these caves used as monasteries of the monks. അല്ലെ? സന്യാസിമാരുടെ ഗുഹകളായി സന്യാസിമാരുടെ സന്യാസി മഠങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Some of them are used as prayer halls. എന്താ? പ്രാർത്ഥനാ ഹോളുകളായിട്ടും യൂസ് ചെയ്യുന്നു അല്ലെ? അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നല്ല വലിയ ഗുഹകളായിരിക്കില്ലേ അല്ലെ ശ്രീദേവേ? ചെറിയ ഗുഹയാണെങ്കിൽ സന്യാസിമാരുടെ മഠങ്ങളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? സന്യാസിമാർക്ക് താമസിക്കാൻ പറ്റുമോ? ഇല്ല. പ്രാർത്ഥന ഹോളാക്കാൻ പറ്റുമോ? ഇല്ല. അത്രമാത്രം നല്ല സെറ്റപ്പോട് കൂടിയ ഗുഹയായിരിക്കും അത്. നിങ്ങൾ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി നല്ല ശമ്പളമൊക്കെ വാങ്ങി എന്ത് ചെയ്യണം? അങ്ങോട്ട് ടൂറൊക്കെ പോകണം. അച്ഛനമ്മേനെല്ലാം കൂട്ടിട്ടെ. പോവൂലേ ആരോണേ? ആരോണേ പഠിച്ച് നല്ല എഞ്ചിനീയർ ഒക്കെ ആയി നല്ല ഡോക്ടറൊക്കെ ആയി എന്ത് ചെയ്യാ? ഒരുപാട് ശമ്പളമൊക്കെ വാങ്ങിക്കുമ്പോ വെക്കേഷന്റെ സമയമാകുമ്പോ അമ്മേനെ അച്ഛനെല്ലാം കൂട്ടി ഒരൊറ്റ ടൂറ്. ഡൽഹി പോയ ഒരുപാട് സംഭവങ്ങൾ കാണാം. അതുപോലെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കാണാനുണ്ട് അല്ലേ? അതിനെന്ത് ചെയ്യണം? ഇതൊക്കെ കാണാൻ പോണെങ്കിൽ എന്ത് വേണം? കയ്യിൽ എന്ത് വേണം? എന്ത് വേണം കയ്യില്? വെറുതെ പോയാ മതിയോ? പൈസ വേണം. പൈസ എവിടുന്ന് കിട്ടും? അച്ഛനോട് ചോദിച്ചാൽ തരുമോ? അച്ഛാ എനിക്ക് അജന്ത എല്ലോറ കാണാൻ പോണം, അവിടെ കേവ്സ് കാണാൻ പോണം, അല്ലെങ്കിൽ എനിക്ക് താജ്മഹൽ കാണാൻ പോകണം എന്ന് വെച്ചാൽ 10 രൂപ 100 രൂപ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ക്യാഷ് വേണം അല്ലേ? നല്ല ക്യാഷ് വേണം. പിന്നെ നമുക്ക് ഒറ്റക്ക് പോകാൻ പറ്റുമോ? അച്ഛനമ്മേനൊക്കെ കൊണ്ടുപോകണ്ടേ? അപ്പൊ എന്ത് ചെയ്യാ? എല്ലാവരും നല്ലോണം പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി നല്ല സാലറി ഒക്കെ കിട്ടുമ്പോ അച്ഛനമ്മേനെയും കൂട്ടി പോയിട്ട് എന്നെ വിളിക്കണേ. മിസ്സേ ഞാനിങ്ങനെ പോകുന്നുണ്ട്, മിസ് വരുന്നോന്ന് ചോദിക്കണേ. എവിടെ ചോദിക്കാനല്ലേ ശ്രീദേവേ? ചോദിക്കോ ആരോണേ? ക്രിസ്റ്റി ചോദിക്കോടാ മിസ് വരുന്നോന്ന്? എന്നെ കൂട്ടിയില്ലെങ്കിൽ സാരമില്ല, നിങ്ങൾ നല്ല ജോലിയൊക്കെ വാങ്ങി നിങ്ങൾ പോയി കണ്ടാൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് പാരഗ്രാഫ്. There are 34 caves at Ellora. They were built after the Ajanta caves. Ellora has many Buddhist, Jain and Hindu cave temples. Among us, the most famous Buddhist cave is one which shows at 15 foot seated Buddha. The Jain cave temples are notable for their simplicity. Some of the caves, however, have rich paintings on their ceilings. എന്താ പറഞ്ഞേ? അജന്തയിൽ നമ്മൾ പറഞ്ഞു 29 ഗുഹകൾ ഉണ്ടല്ലേ? അജന്തയിലെ 29 ഗുഹകളും എല്ലോറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഔറംഗാബാദ് സിറ്റിക്ക് അടുത്തുള്ള മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിനടുത്തുള്ള എല്ലോറയില് എന്തുണ്ട്? 34 ഗുഹകളുണ്ട്. എത്രയുണ്ട്? അജന്തയിലെ 29 ഗുഹകളും എല്ലോറയിലെ 34 ഗുഹകള്. അപ്പൊ മൊത്തം എത്ര ഗുഹകളായല്ലേ? ദേവാഞ്ജനെ പോയ എത്ര ഗുഹകളാണ്? They were built after the Ajanta caves. അജന്ത ഗുഹകൾ 29, അജന്തയിലെ 29 ഗുഹകൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് എല്ലോറയിൽ ഗുഹകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ആദ്യം ഉണ്ടാക്കിയ ഗുഹകൾ അജന്തയിലെ ഗുഹകളാ 29 ഗുഹകൾ. അത് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലോറയിൽ 34 ഗുഹകളും നിർമ്മിച്ചിട്ടുള്ളത്.
Then Ellora has many Buddhist, Jain, Hindu cave temples. Ellorയിൽ എന്തുണ്ട്? Many temples of Hindus, then Buddhist and sorry Jain. ജൈനക്കാരുടെയും ബുദ്ധമതക്കാരുടെയും ഹിന്ദുക്കളുടെയും ഒക്കെ അമ്പലങ്ങള് ഈ എല്ലോറ എന്ന ഗുഹകളിലുണ്ട്. Then പിന്നെ the most splendid of the Hindu cave temples is the Kailasa temple. It is carved from a single rock. It is designed as Mount Kailash, the home of Lord Shiva. Another notable Hindu cave is the Dashavatara cave, which is dedicated to Lord Vishnu. The Ajanta Ellora caves are recognized as World Heritage Sites. അപ്പൊ 34 ഗുഹകൾ എല്ലോറയിലുണ്ട്. അജന്തയിൽ 29 ഗുഹകൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് എല്ലോറയിൽ ഗുഹകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ ഒരുപാട് ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ, ജൈനക്കാരുടെ അമ്പലങ്ങൾ, അതുപോലെ ബുദ്ധമതക്കാരുടെ അമ്പലങ്ങൾ ഉണ്ട്. പിന്നെ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, കൈലാസ ടെമ്പിൾ, മോസ്റ്റ് സ്പ്ലെൻഡിഡ് ഓഫ് ദ ഹിന്ദു കേവ് ടെമ്പിൾ. അവിടുത്തെ ഒരു ഗുഹാക്ഷേത്രമാണ് ഏത്? ഹിന്ദുക്കളുടെ ഒരു ഗുഹാക്ഷേത്രത്തിന്റെ പേരാണ് കൈലാസ ടെമ്പിൾ. എന്താ കൈലാസ ടെമ്പിൾ. എന്താ കൈലാസ ടെമ്പിളിന്റെ പ്രത്യേകത? അതൊരു കേവ് ടെമ്പിൾ ആണ്, ഹിന്ദുക്കളുടെ ഒരു ഗുഹാക്ഷേത്രമാണ്. നമ്മൾ ഇവിടെ കാണുന്ന പോലെയുള്ള അമ്പലമല്ല, ഗുഹാക്ഷേത്രമാണ് കേട്ടോ. ഹിന്ദുക്കളുടെ പ്രശസ്തമായ ഗുഹാക്ഷേത്രമാണ് കൈലാസ ടെമ്പിൾ. ഇറ്റ് ഈസ് കാർവ്ഡ് ഫ്രം എ സിംഗിൾ റോക്ക്. അതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഒരൊറ്റ കല്ലിലാണ് ആ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ വിചാരിച്ചു നോക്കിയേ നിങ്ങള്, ഒരൊറ്റ കല്ലിൽ കൊത്തിയിട്ടാണ് ആ ഗുഹാക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തൊരു അത്ഭുതം അല്ലേ? വലിയ കല്ലായിരിക്കില്ലേ അത്? അവിടെ ഒരു ഗുഹയിൽ ഒരു ക്ഷേത്രം, ആ കല്ല് കൊത്തി ഗുഹയുണ്ടാക്കി അവിടെ ക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ എന്തൊരു ബുദ്ധി അവർക്ക്. അപ്പൊ ഹിന്ദുക്കളുടെ ഒരു ഗുഹാക്ഷേത്രം, പ്രശസ്തമായ ഗുഹാക്ഷേത്രമാണ് കൈലാസ ടെമ്പിള്. അതിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് കാർവ്ഡ് ഫ്രം എ സിംഗിൾ റോക്ക്. Then it is designed as Mount Kailash. എന്നിട്ട് അതിന് എന്തിന് ഡിസൈൻ ഉണ്ട്? കൈലാസത്തിന്, മൗണ്ട് കൈലാഷ്, the Lord of Shiva. അല്ലേ? Another notable Hindu cave is Dashavatara cave. അടുത്തതാണ് ഇത് ദശാവതാര cave, which is dedicated to Lord Vishnu. വിഷ്ണുവിന് വേണ്ടി, വിഷ്ണു എന്ന ലോർഡിന് വേണ്ടിയാണ് ദശാവതാര കേവ് ഉള്ളത്. അപ്പൊ 2 കേവ് നമ്മൾ അവിടെ പഠിച്ചു. ഒന്ന് കൈലാസ ടെമ്പിൾ. കൈലാസ ടെമ്പിൾ is the temple splendid for Hindu. It is the cave temple for Hindu. It is carved on a single rock. It is carved from a single rock. Then another one is Dashavatara cave. Dashavatara cave decided to Lord Vishnu. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയാട്ടെ, പെട്ടെന്ന്. വായിച്ചോ?
ഓക്കെ, ബാക്കി നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വായിക്കട്ടോ, കുറെ നേരം തന്നാൽ സമയമില്ലല്ലോ. അടുത്തത് മീനാക്ഷി ടെമ്പിൾ. മീനാക്ഷി ടെമ്പിൾ എവിടെയായിരിക്കും മീനാക്ഷി ടെമ്പിൾ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മധുര മീനാക്ഷി ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാറില്ലേ? മധുര മീനാക്ഷി ക്ഷേത്രം എന്നൊക്കെ പറയുന്നേ അതെവിടെയാ? മധുര എവിടെയാ? തമിഴ്നാട്ടിൽ അല്ലേ? തമിഴ്നാട്ടിലാണ് മധുര മീനാക്ഷി ക്ഷേത്രം. നോക്കാം. ദ മീനാക്ഷി ടെമ്പിൾ ഈസ് അറ്റ് മധുരൈ. മധുരൈ ഇൻ തമിഴ്നാട്. ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് ശിവ ആൻഡ് ഹിസ് വൈഫ് മീനാക്ഷി. The temple has beautiful sculptures, elaborately carved gopurams and gateways. It is famous for its hall of 1,000 pillars. This hall also houses of temple art museum. Just outside hall are the musical pillars. If you strike these pillars with a rod, you will hear different musical notes. എന്താ പറഞ്ഞേ? മധുര മീനാക്ഷി ടെമ്പിൾ. മധുര മീനാക്ഷി ടെമ്പിൾ മധുരയിലാണ്. അതായത് മധുര എവിടെയാ? തമിഴ്നാട്ടിലെ മധുരയിലാണ് മധുര മീനാക്ഷി ടെമ്പിൾ. ഇതെന്ത് ക്ഷേത്ര? അയ്യപ്പ ക്ഷേത്രാണോ? കൃഷ്ണക്ഷേത്രാണോ? അല്ല, ശിവക്ഷേത്രാണ്. ഇത് മധുര മീനാക്ഷി ക്ഷേത്രം അല്ലെ? ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് ശിവ. ശിവന്റെ ക്ഷേത്രാണ് ഇത് മധുര മീനാക്ഷി ക്ഷേത്രം. മാത്രല്ല അദ്ദേഹത്തിന്റെ വൈഫ് മീനാക്ഷി, ശിവനും വൈഫ് മീനാക്ഷിയും. അപ്പൊ ശിവന്റെയും മീനാക്ഷിയുടെയും ക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ തമിഴ്നാട് അല്ലെ? അറ്റ് മധുരൈ ഇൻ തമിഴ്നാട്. ദ ടെമ്പിൾ ഹാസ് ബ്യൂട്ടിഫുൾ സ്കൾപ്ചേഴ്സ്. ആ ടെമ്പിളിന് എന്താ പറയുക, ഒരുപാട് പ്രത്യേകതകളുണ്ട്. മധുര മീനാക്ഷി ടെമ്പിൾ കണ്ടോ? നിങ്ങൾ പിക്ചർ കണ്ടോ? ഒന്ന് നോക്കിയാട്ടെ പിക്ചർ. ഒരുപാട് ഗോപുരമുണ്ട്, ഗേറ്റ് വേ ഉണ്ട്, പിന്നെ പില്ലേഴ്സ്, ഒരുപാട് പില്ലേഴ്സ് കണ്ടോ നിങ്ങള്? അതിനെ അത് പില്ലർ, അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? അതിന്റെ പില്ലറിന് തൊട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? മ്യൂസിക് കേൾക്കാൻ പറ്റും. മനസ്സിലായോ? അതിന്റെ ഏതെങ്കിലും ഒരു പില്ലറിന് മുട്ടിക്കഴിഞ്ഞാല് മ്യൂസിക് കേൾക്കാൻ പറ്റും. ആരോണേ? അപ്പൊ മധുര മീനാക്ഷി ക്ഷേത്രം എവിടെയാ? മധുര മീനാക്ഷി ടെമ്പിൾ ഈസ് അറ്റ് മധുരൈ ഇൻ തമിഴ്നാട്. Then it is dedicated to Shiva and his wife Meenakshi. Temple has many beautiful sculptures, elaborately carved gopurams and gateways. Then famous for hall of 1,000 pillars. If you touch any pillar, we can hear many musics related with the God. മനസ്സിലായില്ലേ? ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇപ്പൊ എന്ത് ചെയ്യണം? വായിച്ചു നോക്കണം. ആരാ ഒന്ന് ഒച്ചത്തിൽ വായിക്കാം? അല്ല, വായിച്ചോ? ഓക്കെ, ആദ്യം മുതൽ, ഇന്ന് എടുത്തത് മുതൽ. Lesson 6, Place of Interest. India has many beautiful historical monuments. Have attracted historical monuments. These monuments have attracted a lot of tourists, both from India and abroad. Let us read about India and abroad. India abroad എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യക്കും ഇന്ത്യയുടെ പുറത്തും. Qutub Minar. Qutub Minar is one of the most famous landmarks of Delhi. It is the tallest minaret in India. It was built about 800 years ago by a ruler called Qutb-ud-Din Aibak. The Qutub Minar is largely made of red sandstone. It is about 240 feet high. Verses from the Holy Quran are carved on the Qutub Minar. It is surrounded by the Quwwat-ul-Islam. പറഞ്ഞേ, Quwwat-ul-Islam Masjid and the Iron Pillar. The Quwwat-ul-Islam Masjid is the oldest mosque in India, while the Iron Pillar is about 1,600 years old. These, together with the other monuments in that area, form the Qutub complex. This complex is listed as a UNESCO World Heritage Site.
Ajanta Ellora Caves. The Ajanta Ellora Caves are located near the city of Aurangabad in Maharashtra. Aurangabad in Maharashtra. There are 29 caves at Ajanta. These caves were built by the Buddhist monks more than 2000 years ago. Some of these caves were used as monasteries by the monks, while others were used as prayer halls. At Ajanta, the story of Buddha life is painted on the cave walls. Some of the paintings on the cave wall also show scenes from everyday life. There are 34 caves at Ellora. There are THERE. There 34 caves at Ellora. They were built after the Ajanta caves. Ellora has many Buddhist, Jain and Hindu cave temples. Okay, Mole, please stop. എന്താ മോനെ ആരോണേ പറഞ്ഞോ? നമ്മുടെ ക്ലാസ് കട്ടാവാനായി മുത്തേ. എന്താ ആരോണേ പറഞ്ഞോ? എന്നാ പെട്ടെന്ന് വായിച്ചു, 2 മിനിറ്റ് പെട്ടെന്ന്. Ellora has many Buddhist, Jain and Hindu cave temples. The most famous Buddhist cave is one which shows a 50-foot seated Buddha. The Jain cave temples are notable for their intensity. Some of the caves, however, have rich paintings on their ceiling. The most splendid of the Hindu cave temples in the Kailash temple. It is caved from a single rock. It is designated as Mond. Okay, please stop there, മോനെ ആരോണേ. അപ്പൊ എല്ലാവരോടും ബൈ ബൈ ട്ടോ. നന്നായി ടെക്സ്റ്റ് വായിക്കുക, ഒരുപാട് പ്രാവശ്യം വായിക്കാം വീട്ടിലിരുന്നേ. വായിക്കണേ. Okay, bye bye. See you in the next class. Bye bye.